ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 ചോദിച്ച LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ഉദ്ധവ് സിംഗ് ആണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനം പങ്കെടുത്ത വ്യക്തിയാണ് അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക് എന്ന് വെച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ BR അംബേദ്കർ, സച്ചിദാനന്ദ സിൻഹ, ജവഹർലാൽ നെഹ്റു. താഴെ തന്നിരിക്കുന്നവയും മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ 1, 3, 4, 6 ആണ്. സമത്വത്തിനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തെ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് എന്ന് ചോദിച്ചാൽ കോടതിയെ സമീപിക്കാനാകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. പാർലമെന്റിന്റെ പ്രധാന ചുമതലയാണ് നിയമനിർമ്മാണം. താഴെ തന്നിരിക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. ആലുവ, മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടത് 1903 SNDP സ്ഥാപിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തു. ഇന്റർനാഷണൽ ആർമിയുടെ വനിതാ വിഭാഗ നേതാവായ മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിൽ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം കേരളത്തിൽ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവി. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ബ്രസീൽ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ റെനിൽ വിക്രമസിൻഹ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് VP മേനോനാണ്. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫിലായി എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. അപ്പോൾ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. രാഷ്ട്ര പുരോഗതിയെ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞു 10+2+3 മാതൃകയെ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ലോക ഫുട്ബോൾ ദിനം മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായി. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത് എന്ന് വെച്ചാൽ Bയും Dയും തെറ്റാണ്. അപ്പോൾ Aയും Cയും ശരിയാണ്. അക്ഷാംശം 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെ. രേഖാംശം 68°7 കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങളിൽ തെറ്റ് ഏത്? കിഴക്ക് ഭൂട്ടാനാണ്. അപ്പോൾ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച് ശരിയായത് പടിഞ്ഞാറ് പാകിസ്ഥാൻ, വടക്ക് നേപ്പാൾ, തെക്ക് കിഴക്ക് ഭൂട്ടാൻ. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഹിമാലയം. ഇന്ത്യ അനുഭവപ്പെടുന്ന കാലാവസ്ഥയെ തെറ്റായ വിവരം ഏത് എന്ന് ചോദിച്ചാൽ C ആണ്. അപ്പോൾ ഇന്ത്യ അനുഭവപ്പെടുന്ന കാലാവസ്ഥയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ളവ: ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴക്കാലമാണ്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. അപ്പോൾ ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാബർ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എല്ലാം ശരിയാണ്.
/8° 18' വടക്കു മുതൽ 12°48' വടക്കു വരെ, രേഖാംശം 74°52' കിഴക്ക് മുതൽ 77°22' കിഴക്ക് വരെ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം ഇങ്ങനെ തരംതിരിക്കാം. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയാനാണ് ചോദിച്ചത്. പശ്ചിമഘട്ടത്തിലെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ്. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിന് ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ആൻസർ പാലക്കാട് ചുരമാണ്. കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ആൻസർ ഭാരതപ്പുഴ, അത് കഴിഞ്ഞ് പമ്പ, അത് കഴിഞ്ഞ് ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്താൻ ആൻസർ നെയ്യാറാണ് ഒറ്റയാനായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ദേശീയ ജലപാതയാണ് NW3. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ എന്ന് വെച്ച് സിയാൽ പദ്ധതി എറണാകുളം. കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയാളിൻ്റെയും നക്ഷത്ര അമ്മയുടെയും വാസസ്ഥലമാണ് ചിന്ന വന്യജീവി സങ്കേതം. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? എറണാകുളം. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഖദർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രിയാണ് രാജീവ് രഞ്ജൻ സിംഗ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലെറിഞ്ഞ ദൂരം 89.45 മീറ്റർ. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനഫലമായി രൂപപ്പെട്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം 800. ലോക അധ്യാപക ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ബ്രസീൽ. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇവിടെ ആൻസർ ബിയും സിയുമാണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. താഴെ പറയുന്ന കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? എയും ഡിയുമാണ്. വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയുമാണ്. താഴെ പറയുന്ന മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ് ജ്വാലാമുഖി. താഴെ പറയുന്ന ഫിറമോണിന് ഉദാഹരണമായത് ബോബിക്കോൾ ആണ്. താഴെ പറയുന്ന ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണുവാണ് വൈറസ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? ഫോമിക് ആസിഡ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് വിസരണമാണ്. താഴെ തന്നിരിക്കുന്ന പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹമാണ് സിങ്ക്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതെന്ന് വെച്ചാൽ വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനമാണ് ചന്ദ്രയാൻ 3. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷയം, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ്, മലമ്പനി പ്ലാസ്മോഡിയം. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? ക്യൂലെക്സ്. താഴെ തന്നിരിക്കുന്ന വായുവിൽ കൂടി പകരുന്ന രോഗമാണ് മീസിൽസ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം സിഗ്മോമാനോമീറ്റർ. താഴെ പറയുന്ന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് 2, 3. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ
പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശം. കേരളത്തിലെ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. 2020 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹനായ മികച്ച ചിത്രം ആട്ടം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യരിൽ എത്തുന്നത് ഇതിലൂടെയാണ്. മലിനജലം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ്.